ലോക സിനിമയുടെ ചരിത്രം തന്നെ മാറ്റിമറിച്ച ഒരു മനുഷ്യനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ശരീരം ചെറുതായിരുന്നു, പക്ഷേ ആത്മവിശ്വാസം ഒരു പർവ്വതം പോലെ. സിനിമയിൽ അദ്ദേഹം ഒരു നടൻ മാത്രമായിരുന്നില്ല, ഒരു വിപ്ലവം തന്നെയായിരുന്നു. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകൾക്ക് കരാട്ടെ എന്ന വാക്ക് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ഒരേയൊരു മുഖം മാത്രം, ബ്രൂസ് ലീ. എന്നാൽ സ്ക്രീനിൽ മിന്നിത്തിളങ്ങിയ ഈ മനുഷ്യന്റെ ജീവിതം യഥാർത്ഥത്തിൽ വളരെ കഠിനമായ പോരാട്ടങ്ങളാൽ നിറഞ്ഞതായിരുന്നു. ഒരു സാധാരണ കുട്ടിയിൽ നിന്ന് ലോകം ആരാധിച്ച ഇതിഹാസമായി അദ്ദേഹം എങ്ങനെ മാറി? പിന്നെ വെറും 32-ാം വയസ്സിൽ അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത്? ഇന്ന് നമ്മൾ ആ അതിശയകരമായ ജീവിതകഥയുടെ ഉള്ളിലേക്ക് പോകുകയാണ്. വെൽക്കം ടു ഫ്രഞ്ച് ഫയൽസ്. 1940 നവംബർ 27 അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ ജനിച്ച ബ്രൂസ് ലീയുടെ യഥാർത്ഥ പേര് ലീ ജൂൻ ഫാൻ എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ചൈനീസ് വംശജരായിരുന്നു. പിതാവ് ഒരു ഓപ്പറ ഗായകനും നടനുമായിരുന്നു. കുഞ്ഞായിരിക്കുമ്പോഴേക്കും ബ്രൂസ് ലീ സിനിമാ ലോകത്തേക്ക് എത്തി. കാരണം അച്ഛൻ അഭിനയ രംഗത്തുണ്ടായിരുന്നതിനാൽ ചെറുപ്പത്തിലെ ക്യാമറയുടെ മുന്നിൽ എത്താനുള്ള അവസരം അദ്ദേഹത്തിന് ലഭിച്ചു. പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്, ബ്രൂസ് ലീ ബാല്യത്തിൽ തന്നെ നിരവധി സിനിമകളിൽ അഭിനയിച്ചിരുന്നു. എന്നാൽ അന്ന് ആരും കരുതിയിരുന്നില്ല ഈ കുഞ്ഞ് ഒരു ദിവസം ലോക സിനിമയുടെ ചരിത്രം തന്നെ തിരുത്തുമെന്ന്. ഹോങ്കോങ്ങിലാണ് അദ്ദേഹം വളർന്നത്. പക്ഷേ ആ ബാല്യം അത്ര എളുപ്പമായിരുന്നില്ല. തെരുവ് സംഘങ്ങളുമായി അടിപിടികൾ, പ്രശ്നങ്ങൾ, പോലീസ് കേസുകൾ. ചെറുപ്പത്തിൽ തന്നെ ബ്രൂസ് വളരെ അക്രമ സ്വഭാവക്കാരനായിരുന്നു. സ്കൂളിലും അദ്ദേഹം പലപ്പോഴും പ്രശ്നങ്ങളിൽ പെടാറുണ്ടായിരുന്നു. ശരീരശക്തിയേക്കാൾ വേഗത്തിലും ആത്മവിശ്വാസത്തിലുമായിരുന്നു അദ്ദേഹത്തിന്റെ കരുത്ത്. പക്ഷെ ആ കോപം നിയന്ത്രിക്കാൻ പോയാൽ ജീവിതം നശിക്കുമെന്ന് അദ്ദേഹത്തിന്റെ കുടുംബം മനസ്സിലാക്കി. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മാർഷൽ ആർട്സ് പഠിക്കാൻ അയച്ചത്. അവിടെ നിന്നാണ് ചരിത്രം തുടങ്ങുന്നത്. അദ്ദേഹം പഠിച്ചത് വിങ് ചുൻ എന്ന ചൈനീസ് യുദ്ധകലയായിരുന്നു. പ്രശസ്തനായ IP മാൻ ബ്രൂസ് ലീയെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റം സംഭവിച്ചത് ഈ പരിശീലന കാലത്താണ്. മറ്റു വിദ്യാർത്ഥികൾ മാസങ്ങളെടുത്ത് പഠിക്കുന്ന കാര്യങ്ങൾ ബ്രൂസ് ദിവസങ്ങൾക്കുള്ളിൽ പഠിച്ചെടുക്കുമായിരുന്നു. അത്ര വേഗതയായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്തക്കും ശരീരത്തിനും. പക്ഷേ ഒരേ സമയം അദ്ദേഹം ഒരു വിതരണം ആയിരുന്നു. പരമ്പരാഗത നിയമങ്ങൾ കൃത്യമായി പാലിക്കാൻ അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണം എന്ന ചോദ്യം അദ്ദേഹം എല്ലായ്പ്പോഴും ചോദിക്കും. പിന്നീട് ലോകം കണ്ട ബ്രൂസ് ലീയുടെ സ്റ്റൈൽ ആ ചോദ്യങ്ങളിൽ നിന്നാണ് ജനിച്ചത്. അടിപിടികളും പ്രശ്നങ്ങളും കൂടിയതോടെ കുടുംബം ഒരു വലിയ തീരുമാനമെടുത്തു, ബ്രൂസിനെ അമേരിക്കയിലേക്ക് അയക്കുക. വെറും 18 വയസ്സുള്ള ഒരു യുവാവ്, പോക്കറ്റിൽ കുറച്ച് ഡോളർ മാത്രം, മുന്നിൽ അനിശ്ചിതമായ ഭാവി. പക്ഷേ ആ യുവാവിന്റെ കണ്ണുകളിൽ ഒരു തീയുണ്ടായിരുന്നു. അമേരിക്കയിലെത്തിയ ശേഷം ജീവിതം വളരെ കഷ്ടമായിരുന്നു. ചെറിയ ജോലികൾ ചെയ്തു, റെസ്റ്റോറന്റിൽ ജോലി ചെയ്തു, രാത്രികളിൽ പഠിച്ചു. അതിനിടയിലും മാർഷൽ ആർട്സ് പരിശീലനത്തെ ഒരിക്കലും നിർത്തിയിട്ടില്ല. അമേരിക്കയിലെ ബ്രൂസ് ലീ ചെയ്തത് അന്നത്തെ കാലത്ത് വലിയൊരു വിപ്ലവമായിരുന്നു. ചൈനീസ് മാർഷൽ ആർട്സ് വിദേശികൾക്ക് പഠിപ്പിക്കരുത് എന്നൊരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ ബ്രൂസ് അത് തകർത്തു. കല എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസം. വെള്ളക്കാരും കറുത്തവരും ഏഷ്യക്കാരും ആരായാലും അദ്ദേഹം പഠിപ്പിച്ചു. ചിലർ അതിനെതിരെ നിന്നു, ചിലർ വെല്ലുവിളികളെയും ചെയ്തു. പക്ഷേ ഓരോ പോരാട്ടത്തിന്റെയും അവസാനം ജനിച്ചത് ബ്രൂസ് തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ പരിശീലന രീതിയും വ്യത്യസ്തമായിരുന്നു. ശരീരശക്തിയെ മാത്രം മതിയല്ല, മനസ്സിന്റെ വേഗതയും വേണം എന്നാണ് അദ്ദേഹം വിശ്വസിച്ചത്. അതുകൊണ്ടാണ് പിന്നീട് അദ്ദേഹം സ്വന്തമായി ജീറ്റ് കുൻതോ എന്ന രീതിയെ രൂപപ്പെടുത്തിയത്. ഒരു രീതിയിൽ പറഞ്ഞാൽ അത് ഒരു യുദ്ധകല മാത്രമല്ല, ഒരു ജീവിത ദർശനമായിരുന്നു. വെള്ളം പോലെ ആയിരിക്കുക എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്നും ലോകം ആവർത്തിക്കുന്നു. വെള്ളം ഏത് പാത്രത്തിലാക്കിയാലും അതിന്റെ രൂപം സ്വീകരിക്കും. പക്ഷെ അതേ വെള്ളത്തിന് ഒരു പാറ പോലും തകർക്കാൻ കഴിയും. മനുഷ്യനും അങ്ങനെ തന്നെ ആകണം എന്ന ബ്രൂസ് ലീ വിശ്വസിച്ചത്. മാർഷൽ ആർട്സ് പ്രശസ്തനായിരുന്നുവെങ്കിലും ബോളിവുഡിൽ അവസരങ്ങൾ കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം അന്നത്തെ കാലത്ത് ഏഷ്യൻ അഭിനേതാക്കൾ പ്രധാന കഥാപാത്രങ്ങളെക്കാൾ പലരും തയ്യാറായിരുന്നില്ല. ചെറിയ ചെറിയ റോളുകൾ മാത്രമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. പക്ഷേ ക്യാമറ അദ്ദേഹത്തെ ഒരിക്കൽ കണ്ടാൽ മറക്കാൻ പറ്റില്ലായിരുന്നു. അത്രയും എനർജി, അത്രയും സ്ക്രീൻ പ്രസൻസ്. ഒടുവിൽ അദ്ദേഹത്തിന് അമേരിക്കൻ TV സീരീസ് ആയ ദ ഗ്രീൻ ഹോർണറ്റിൽ അവസരം ലഭിച്ചു. അവിടെ അദ്ദേഹം അവതരിപ്പിച്ചത് കാറ്റോ എന്ന കഥാപാത്രം ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെട്ടു.
വിചിത്രമായ ഒരു കാര്യമാണ് സംഭവിച്ചത്. നായകനേക്കാൾ കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടത് ബ്രൂസ്ലി ആയിരുന്നു. എന്നാൽ അതുകൊണ്ടും അദ്ദേഹം തൃപ്തനായിരുന്നില്ല. കാരണം ഹോളിവുഡ് അദ്ദേഹത്തിന്റെ കഴിവ് പൂർണ്ണമായി ഉപയോഗിക്കുന്നില്ലെന്ന് അദ്ദേഹത്തിന് തോന്നി. അതുകൊണ്ട് അദ്ദേഹം വീണ്ടും ഹോങ്കോങ്ങിലേക്ക് മടങ്ങി. അവിടെയാണ് യഥാർത്ഥ പൊട്ടിത്തെറി സംഭവിച്ചത്. ദ ബിഗ് ബോസ്, ഫസ്റ്റ് ഓഫ് ഫെറി, വേ ഓഫ് ദ ഡ്രാഗൺ എന്നീ സിനിമകൾ റിലീസ് ചെയ്തതോടെ ഏഷ്യ മുഴുവൻ ബ്രൂസ്ലിയുടെ പേരിൽ വിറച്ചു. തിയേറ്ററുകളിൽ ആളുകൾക്ക് ടിക്കറ്റ് കിട്ടാനില്ല. സ്ക്രീനിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടാൽ ആളുകൾ നിലവിളിക്കും. അദ്ദേഹത്തിന്റെ അടിയുടെ ശബ്ദം പോലും ആരാധകർക്ക് ആവേശമായിരുന്നു. വേ ഓഫ് ദ ഡ്രാഗൺ സിനിമയിലെ ഒരു രംഗം ഇന്നും സിനിമാ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പോരാട്ട രംഗങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. റോമിലെ കൊളോസിയത്തിൽ വെച്ച് ചുക്ക് നൂറിസിനോടുള്ള പോരാട്ടം അത് വെറും ഫൈറ്റ് സീനല്ലായിരുന്നു, രണ്ട് ഇതിഹാസങ്ങളുടെ ഏറ്റുമുട്ടലായിരുന്നു. ആ രംഗം കണ്ട ശേഷം ലോകമെമ്പാടുമുള്ള യുവാക്കൾ മാർഷൽ ആർട്സിലേക്ക് തിരിഞ്ഞു. അതിനുശേഷം ഹോളിവുഡിനും ബ്രൂസ്ലിയെ അവഗണിക്കാൻ കഴിഞ്ഞില്ല. എൻ്റർ ദ ഡ്രാഗൺ എന്ന സിനിമയിലൂടെ അദ്ദേഹം ലോക സിനിമയുടെ കേന്ദ്രത്തിലേക്ക് എത്തി. ഇന്ന് വരെ അത് ഏറ്റവും സ്വാധീനമുള്ള മാർഷൽ ആർട്സ് സിനിമകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ സിനിമ റിലീസ് ചെയ്യുന്നതിൽ തൊട്ട് മുമ്പ് സംഭവിച്ചത് ലോകത്തെ ഞെട്ടിച്ചു. 1973 ജൂലൈ 20 വെറും 32 വയസ്സ് മാത്രം പ്രായം. ബ്രൂസ്ലി പെട്ടെന്ന് മരിച്ചു എന്ന വാർത്ത ലോകമെമ്പാടും പടർന്നു. ആളുകൾക്ക് വിശ്വസിക്കാനായില്ല. ഇത്രയും ഫിറ്റായ ശക്തനായ ഒരാൾ എങ്ങനെ അപ്രത്യക്ഷനായി മരിച്ചു? അതിനുശേഷം അനവധി അഭ്യൂഹങ്ങൾ പരന്നു. ചിലർ കൊലപാതകമാണെന്ന് പറഞ്ഞു, ചിലർ രഹസ്യ സംഘങ്ങളെ കുറ്റപ്പെടുത്തി, ചിലർ അതിശക്തമായ പരിശീലനം കാരണമാണെന്ന് പറഞ്ഞു. എന്നാൽ ഔദ്യോഗികമായി പറയപ്പെട്ടത് ഒരു മരുന്നിനുള്ള അലർജി മൂലമുണ്ടായ തലച്ചോറിലെ വീക്കമായിരുന്നു മരണകാരണമെന്നാണ്. പക്ഷേ ബ്രൂസ്ലിയുടെ മരണത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ സ്വാധീനം യഥാർത്ഥത്തിൽ ലോകം തിരിച്ചറിഞ്ഞത്. ഇന്ന് ലോകമെമ്പാടുമുള്ള എല്ലാ ആക്ഷൻ സിനിമകളിലും അദ്ദേഹത്തിന്റെ സ്വാധീനം കാണാം. ജാക്കി ചാൻ മുതൽ ജെറ്റ് ലി വരെ ഹോളിവുഡിലെ അനവധി താരങ്ങൾ വരെ ബ്രൂസ്ലിയെ പ്രചോദനമായി പറഞ്ഞിട്ടുണ്ട്. MMA മുതൽ ഫിറ്റ്നസ് സംസ്കാരം വരെ എല്ലായിടത്തും അദ്ദേഹത്തിന്റെ ചിന്തകൾ ഇന്നും ജീവിക്കുന്നു. ബ്രൂസ്ലി ഒരു നടൻ മാത്രമായിരുന്നില്ല, ഏഷ്യക്കാരെ ലോക സിനിമയിൽ പുതിയ രീതിയിൽ കാണിച്ച മനുഷ്യനായിരുന്നു. ശരീരത്തിലെ വലിപ്പമല്ല, മനസ്സിന്റെ ശക്തിയാണ് മനുഷ്യനെ നിർവചിക്കുന്നത് എന്ന് ജീവിതം കൊണ്ട് തെളിയിച്ച വ്യക്തി. വളരെ കുറച്ച് വർഷങ്ങൾ മാത്രമാണ് അദ്ദേഹം ജനിച്ചത്. പക്ഷേ ചിലർ വർഷങ്ങളുടെ എണ്ണം കൊണ്ടല്ല ചരിത്രമാകുന്നത്, അവർ ജീവിച്ച രീതി കൊണ്ടാണ്. ബ്രൂസ്ലി അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇന്നും അദ്ദേഹത്തിന്റെ വീഡിയോകൾ കാണുമ്പോൾ ആളുകൾ അത്ഭുതപ്പെടുന്നു. ആ വേഗത ശരിക്കും മനുഷ്യന്റേതാണോ എന്ന് പോലും ചിലർ ചോദിക്കും. പക്ഷേ ബ്രൂസ്ലി പറഞ്ഞ വാക്കുകൾ ഇതാണ്: പരാജയത്തെ പേടിക്കണ്ട, ശ്രമിക്കാതിരിക്കുന്നതിനെ പേടിക്കണം. അതുകൊണ്ടാകാം അരനൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ലോകം ഇന്നും ആ മനുഷ്യനെ മറക്കാത്തത്. ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.